നമസ്കാരം സുഹൃത്തുക്കളെ, പാസ്പോർട്ട് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങളാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത്. പാസ്പോർട്ട് ഒരു അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഡോക്യുമെന്റാണ്. അതുകൊണ്ട് അതിന്റെ ഡെലിവറിയിൽ കൃത്യമായ ജാഗ്രതയും വ്യക്തതയും പുലർത്തേണ്ടതുണ്ട്. പോസ്റ്റൽ ഡയറക്ടറേറ്റ് 2025 സെപ്റ്റംബർ 23 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം പാസ്പോർട്ട് അടങ്ങിയ സ്പീഡ് പോസ്റ്റ് ആർട്ടിക്കിൾസിന്റെ ഡെലിവറി അഡ്രസ് സ്പെസിഫിക്കും റിസീവർ സ്പെസിഫിക്കും ആയിരിക്കും. അതായത് പാസ്പോർട്ട് അടങ്ങിയ സ്പീഡ് പോസ്റ്റ് ആർട്ടിക്കിൾ അതിലെ അഡ്രസ്സിക്ക് മാത്രമേ ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ. ഡെലിവറിക്ക് മുമ്പ് അഡ്രസ്സിയുടെ ഐഡന്റിറ്റിയും അഡ്രസ്സും കൃത്യമായി പരിശോധിക്കണം. ഫ്രോഡിലൻലി ഒബ്റ്റെയിൻ ഇന്ത്യൻ പാസ്പോർട്ട്സ് അഥവാ വ്യാജരേഖകൾ ഉപയോഗിച്ച് പാസ്പോർട്ട് നേടിയ കേസുകളിൽ അപേക്ഷകൻ പോസ്റ്റ് ഓഫീസിൽ നേരിട്ടെത്തി പാസ്പോർട്ട് കൈപ്പറ്റിയതായ സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പാസ്പോർട്ട് ഡോർ ഡെലിവറി ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസ് വെരിഫിക്കേഷനോടൊപ്പം അഡ്രസ്സി ആ വിലാസത്തിൽ യഥാർത്ഥത്തിൽ താമസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു അധിക പരിശോധന കൂടിയാണ് ഈ ഡെലിവറി. അതിനാൽ എല്ലാ പോസ്റ്റ്മാൻമാരും അഡ്രസ്സി ആ വിലാസത്തിൽ താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഡെലിവറി നടത്താവൂ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം പാസ്പോർട്ട് വിൻഡോ ഡെലിവറി ചെയ്യാൻ പാടുള്ളതല്ല. വിവിധ സർക്കിളുകളിൽ നിന്ന് ലഭിച്ച സംശയങ്ങൾക്ക് മറുപടിയായി ഡയറക്ടറേറ്റ് 2025 സെപ്റ്റംബർ 30 പുറത്തിറക്കിയ ഓർഡറിൽ ഈ നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പാസ്പോർട്ട് അടങ്ങിയ സ്പീഡ് പോസ്റ്റ് ആർട്ടിക്കിൾ അഡ്രസ്സിയുടെ വിലാസത്തിൽ വെച്ച് തന്നെ അഡ്രസ്സിക്കോ അല്ലെങ്കിൽ അഡ്രസ്സി ഓതറൈസ് ചെയ്ത വ്യക്തിക്കോ മാത്രമേ കൈമാറാൻ പാടുള്ളൂ. എന്നാൽ ഓതറൈസ് ചെയ്ത വ്യക്തിക്കും പാസ്പോർട്ട് ഡെലിവറി ചെയ്യേണ്ടത് അഡ്രസ്സിയുടെ വിലാസത്തിൽ വെച്ച് തന്നെ ആയിരിക്കണം. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, പാസ്പോർട്ട് ആർട്ടിക്കിൾസ് റീഡയറക്റ്റ് ചെയ്യാൻ പാടില്ല. പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ട് കൈമാറുന്നത് ഒഴിവാക്കണം. അഡ്രസ്സിയുടെ വിലാസവും തിരിച്ചറിയലും ഉറപ്പാക്കണം. ഡെലിവറി സാധിക്കാത്ത പക്ഷം സെൻറ്റർക്ക് തന്നെ തിരികെ അയക്കണം. പാസ്പോർട്ട് ഡെലിവറിയിലെ ചെറിയ അശ്രദ്ധ പോലും വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ പോസ്റ്റൽ എംപ്ലോയീസും ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്.